ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എണീറ്റ് വന്നത്. എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ വേഗം ഒരു ചായയൊക്കെ കൊണ്ട് ഇറയത്ത് വന്നിരിക്കുകയാണ് സൂര്യപ്രകാശമൊക്കെ കൊള്ളാനായിട്ട്. അല്ലെങ്കിൽ പേര് മടിയൊക്കെ പിടിച്ചിട്ടാണ് എണീറ്റ് വരാറ്. അപ്പോൾ ദേ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഉമ്മ കാര്യമായിട്ടുള്ള പണിയിലാണ്. വേറെ ഒന്നല്ല, ഞാൻ ഒന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മസാലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അമ്മ. അപ്പോൾ ഈ സബോളയും എല്ലാം എടുത്തിട്ട് അതൊക്കെ വാട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ അമ്മ ചിരിക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ട്. അപ്പോൾ പിന്നെ അമ്മ അതേ ഉരുളൻകിഴങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ മസാലക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ അതേ ഈ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് എന്തോ വീട് മിസ് ചെയ്യും കേട്ടോ. അവിടെ കോഴികളൊക്കെ കാണുന്നുണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ അപ്പുറത്ത് നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി സെറ്റായിട്ടുണ്ട്. അതേ പിന്നെ നമ്മുടെ എന്താ പറയുക ഉരുളൻകിഴങ്ങിൻ്റെ മസാലക്കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ മസാലക്കറി ഞാൻ മാറ്റി വെച്ചിട്ട് അതിനോട് നമ്മുടെ ദോശപ്പാൻ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ദോശ ചൂടാനായിട്ട് ഞാൻ നിന്നു. ഇനി ഞാനാണ് ഇവിടുത്തെ ഷെഫ്. അപ്പോൾ അതേ നമ്മുടെ ദോശയൊക്കെ ചുട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ, ഇവിടെ നെയ്യ് ഒഴിച്ചിട്ടാണ് എന്നും ഡെയിലി നമ്മൾ ദോശ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് മസാലക്കറി അതിലേക്ക് ഇട്ടിട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി മസാലക്കറിയൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് അതിലേക്ക് ഇടണം. ബാക്കിയുള്ളവർക്ക് ഞാൻ സെപ്പറേറ്റ് ദോശയായിട്ട് ഉണ്ടാക്കി കേട്ടോ. എനിക്ക് മാത്രം മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതേ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം മതി എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവച്ചു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അതേ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റും ബെഡൊക്കെ സെറ്റാക്കി വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പുതപ്പൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോയിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി സെറ്റാക്കി വെച്ചു. അതേ ഞാൻ വേഗം പോയി കുളിച്ചു വന്നു കേട്ടോ. കൊതി ഇളകിയിട്ടാണ് കേട്ടോ കുളിച്ചു വരുന്നത് മസാല ദോശ തിന്നാന്ന് പറഞ്ഞിട്ട്. എന്നാൽ വീക്കിലി എല്ലാ ഒരു 2-3 ദിവസം ഈ മസാല ദോശ ഉണ്ടാവും. പക്ഷേ എനിക്കെന്തോ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന 2 ഒന്നല്ല കേട്ടോ ഞാൻ കഴിച്ചത്, 3-4 കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതേ വേഗം കഴിച്ച് ഞാൻ വേഗം റെഡി ആയിട്ട് വന്നു. ഇനിയിപ്പോൾ സമയമില്ല കളയാനായിട്ട്. അപ്പോഴേക്കും കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സും ഒക്കെ അമ്മ സെറ്റാക്കി നട്ട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചൊക്കെ ഞാൻ അവിടെ പോയിട്ടാണ് പൊളിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് അത് കൊണ്ടുവന്ന് തരും. അത് തന്നെ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോരാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം കാണാം എന്നൊക്കെ പറയണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ നോക്കി നിൽക്കുന്നത് മീൻകാർ വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അമ്മ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.